നന്ദൻ ഉമ്മറത്തേക്ക് ഇറങ്ങി നിന്നു. ഉമ്മറത്തെ ചുമരിൽ അമ്മയുടെ ഫോട്ടോക്ക് താഴെ ചെറിയ വിളക്ക് എരിയുന്നുണ്ട്. അമ്മയുടെ ഫോട്ടോയ്ക്ക് ഒരു തെളിച്ചം. അവളെടുത്ത് കഴുകിയെന്ന് തോന്നുന്നു. നന്ദേട്ടാ വാ കഴിക്കാം. ദേവ ഉറക്കെ വിളിച്ചപ്പോൾ നന്ദൻ അകത്തേക്ക് കയറി. ചെറിയ ഡൈനിങ് ടേബിളിൽ എല്ലാം നിരത്തി വെച്ചിട്ടുണ്ട്. കഞ്ഞിയും ചമ്മന്തിയും മുളകും പപ്പടവും. നന്ദന് വിളമ്പി സ്പൂണും കൊടുത്ത് ദേവും ചെറിയ ചെയർ വലിച്ചിട്ട് ഇരുന്നു. കഞ്ഞി കോരി കുടിക്കുമ്പോൾ ടി വിയിലേക്ക് ശ്രദ്ധിക്കുന്നുണ്ട്. നാളെ ഞാൻ കോളേജിൽ പോവും, അവൾ ടി വിയിൽ നിന്ന് നോട്ടം മാറ്റാതെ പറഞ്ഞു. എനിക്ക് രാവിലെ പണിക്ക് പോണം. നന്ദൻ മുളകെടുത്ത് കടിച്ചു. എപ്പോ? രാവിലെ 8 മണിക്ക് ഇറങ്ങണം. ഉച്ചയ്ക്ക് എത്തോ? ഇല്ല, വൈകിട്ട് 5 മണി കഴിയും. അപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണോ? ഹോട്ടലിൽ നിന്ന് കഴിക്കും. എല്ലാവരും? എല്ലാവരും ഇല്ല, ഞാൻ മാത്രം. ദേവു പിന്നെ ഒന്നും പറഞ്ഞില്ല. കുട്ടി എൻ്റെ കൂടെ ജീവിക്കാൻ തന്നെ തീരുമാനിച്ചോ? ഒട്ടൊരു മൗനത്തിന് ശേഷം അത് പറയുമ്പോൾ ദേവുവിൻ്റെ നോട്ടം പൂർണ്ണമായി അവനിലേക്കായി. എന്തേ, നിങ്ങൾക്ക് വേറെ കാമുകിയുണ്ടോ? ദേവു അല്പം ഗൗരവത്തോടെയാണ് ചോദിച്ചത്. അയ്യേ, എനിക്കൊന്നുമില്ല. നന്ദൻ നാണത്തിൽ കലർന്നൊരു ചിരി നൽകി. ദേവു സമാധാനത്തോടെ ഒന്ന് നിശ്വസിച്ചു. ഞാൻ പറഞ്ഞതിന് ഉത്തരം കിട്ടിയില്ല. ഇവിടെ തന്നെ ജീവിക്കാൻ തീരുമാനിച്ചോ? കുട്ടി നല്ല സുഖസൗകര്യത്തിൽ ജീവിച്ചതല്ലേ? ഞാൻ പറഞ്ഞതിന് ഉത്തരം കിട്ടിയില്ല. ഇവിടെ തന്നെ ജീവിക്കാൻ തീരുമാനിച്ചോ? കുട്ടി നല്ല സുഖസൗകര്യത്തിൽ ജീവിച്ചതല്ലേ? അതിന്? അതല്ല, തൻ്റെ വീട്ടിൽ ഞാൻ സംസാരിക്കാം. ഞാൻ താലി കെട്ടിയത് കാരണം ഇവിടെ കിടന്ന് ഇങ്ങനെ കഷ്ടപ്പെടുന്ന കാണുമ്പോൾ. കാണണ്ട, ഒപ്പം നിന്ന് സഹായിച്ചാൽ മതി. ദേവു നിസ്സാരമായി പറഞ്ഞിട്ട് പ്ലേറ്റ് എടുത്ത് എഴുന്നേറ്റു. നന്ദനം വേഗം കഞ്ഞി കുടിച്ച് പ്ലേറ്റ് എടുത്ത് എഴുന്നേറ്റു. ദേവ് പാത്രങ്ങളെല്ലാം കഴുകി വെച്ച് നന്ദൻ്റെയും. നാളെ രാവിലെ നേരത്തെ എണീറ്റോ? ദേവു പറഞ്ഞു. എന്തിന്? ആവശ്യമുണ്ട്, ദേവു പറഞ്ഞു. ടി വി ഓഫ് ചെയ്ത് തൻ്റെ മുറിയിലേക്ക് പോയി. നന്ദൻ പുറത്തേക്ക് ഇറങ്ങി ഒരു സിഗരറ്റ് എടുത്ത് കത്തിച്ചു. വീടിന് ആകെ ഒരു മാറ്റം. വെളിച്ചം വന്ന പോലെ. ദേവു മുറിയിലെത്തിയിട്ട് ഒന്ന് ചിരിച്ചു. ഹാവോ, അപ്പോൾ കാമുകിമാരൊന്നുമില്ല. നാളത്തേക്ക് ഇടാനുള്ള ചുരിദാർ എടുത്ത് തേച്ച് വെച്ചു. നാളെ ചിലപ്പോൾ ഇതിനൊന്നും നേരം കിട്ടില്ല. ഡോറിൽ തട്ട് കേട്ടപ്പോൾ അവൾ തിരിഞ്ഞു നോക്കി. നന്ദനാണ്. ഇപ്പോഴും ഡോറിൻ്റെ അടുത്ത് തന്നെയാണ് നിൽക്കുന്നത്. എന്തേ, പിന്നെ ഉപദേശിക്കാൻ വന്നതാണോ? ഏയ്, അതിനല്ല. കുട്ടിയുടെ പേരെന്താ? ദേവുവിൻ്റെ കണ്ണു തള്ളി. പേര്? നന്ദൻ ചോദിച്ചു. ദേവിക നാരായണൻ. ദേവു എന്ന് വിളിക്കും. ദേവു പിന്നെ തിരിഞ്ഞ് ചുരിദാർ തേച്ചു. ദേവിക, ദേവു, നന്ദൻ മെല്ലെ പറഞ്ഞിട്ട് മുറിയിലേക്ക് നടന്നു. രാവിലെ 6 മണിക്ക് വന്ന് ദേവു നന്ദനെ വിളിച്ചുണർത്തി. പാതി ഉറക്കത്തിൽ ദേവുവിൻ്റെ പിറകെ അടുക്കളയിലേക്ക് ചെന്നു. അവൾ ചൂണ്ടിയ വെള്ളം നിറച്ചു വെച്ച പാത്രത്തിൽ മുഖം കഴുകി. ദേവു ചായ അവന് നേരെ നീട്ടി. ചായയിൽ ഏലക്കയുടെ ടേസ്റ്റ് വന്നതും നന്ദൻ മതിവരാത്ത പോലെ പിന്നെയും ഒരു കവിൾ കുടിച്ചു. നന്ദന് നേരെ കുറച്ച് പച്ചപ്പയർ നീട്ടിവെച്ചു. ഇതൊക്കെ ഒടിച്ചു വെക്കി. ദേവ് ചോറ് വാർത്തു. നീയെപ്പോ എഴുന്നേറ്റു? പയർ ഒടിക്കാൻ കഴിയാതെ കത്തിയെടുത്ത് മുറിക്കുമ്പോൾ വിയർത്തു നിൽക്കുന്ന ദേവുവിനെ നോക്കി. ചോറ് വാർത്ത് പരിപ്പ് മൺകലത്തിൽ കയറ്റിവെച്ച് വിറക് ഒന്നുകൂടെ കയറ്റിവെച്ചു. 5 മണിക്ക്. നെറ്റിയിലേക്ക് വീണ മുടി പുറം കൈകൊണ്ട് മുകളിലേക്കാക്കി അവൾ നന്ദനെ നോക്കി. അവൻ അരിഞ്ഞു വെച്ച പയർ അവൾക്ക് നേരെ നീട്ടി. വേറെ അടുപ്പിൽ ചെറിയ ചട്ടി കയറ്റി അതിലേക്ക് വെളിച്ചെണ്ണയും വെളുത്തുള്ളിയും മുളക് പൊടിയും ഉപ്പും ഇട്ട് അരിഞ്ഞു വെച്ച പയർ ഇട്ടു. കുറച്ച് വെള്ളവും തെളിച്ച് മൂടി വെച്ചു. ദാ, ഇത് സാമ്പാറിനാ. കുറച്ച് പച്ചക്കറികൾ അവന് നേരെ നീട്ടി അവൾ ഒരു തേങ്ങ പൊതിച്ചു ചെരുവിയും പ്ലേറ്റും എടുത്ത് താഴേക്കിരുന്നു. നന്ദൻ പച്ചക്കറികൾ ഒന്ന് നോക്കി. സാമ്പാറിൽ കഴിക്കുമ്പോൾ ഈ കഷ്ണങ്ങൾ തൊട്ടതല്ലാതെ ഇങ്ങനെ തൊടുന്നത് ആദ്യമാണ്. കഴിക്കുമ്പോൾ കാണുന്ന അറിവ് വെച്ച് അവൻ ഓരോന്നും അരിഞ്ഞു. അപ്പോഴേക്കും ദേവു പുറത്തെ അമ്മിക്കല്ലിലേക്ക് ചിരകി തേങ്ങയിട്ട് വെള്ളം തെളിച്ച് അരയ്ക്കാൻ തുടങ്ങി. ചിട്ടയോടെയുള്ള അവളുടെ ഓരോ പണിയും നന്ദൻ നോക്കി കാണുന്നുണ്ടായിരുന്നു. ആ അമ്പലം വിഴുങ്ങി നാരായണൻ കാശിന്റെ ജാടയൊന്നും അറിയിക്കാതെയാ വളർത്തിയിരിക്കുന്നേ, നന്ദൻ ഓർത്തു. പൊക്കോ, ദേവു പറഞ്ഞു. നന്ദൻ തലയാട്ടി. സമയം 7 കഴിഞ്ഞിട്ടുണ്ട്. നന്ദൻ പ്രശ്നം തോർത്തുമെടുത്ത് ബാത്റൂമിൽ കയറി. നന്ദൻ കുളിച്ചിറങ്ങുമ്പോൾ തലയിൽ എണ്ണ തേച്ചുകൊണ്ട് ദേവു ബാത്റൂമിലേക്ക് ഓടിക്കയറി. മെല്ലെ, നന്ദൻ പറഞ്ഞു. ദേവു വായിൽ ബ്രഷ് വെച്ചിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കി. പിന്നെ വേഗം ബാത്റൂമിൽ കയറി. നന്ദൻ പണി ഡ്രസ്സ് ഒരു കവറിലാക്കി ഹാളിലേക്ക് വരുമ്പോൾ മുറിയിൽ ദേവു നനഞ്ഞ മുടി കണ്ണാടിക്ക് മുന്നിൽ നിന്ന് ഈരുന്നുണ്ട്. ഇറങ്ങായോ? ദേവു ക്ലോക്കിലേക്ക് നോക്കി. സമയം 7:45. കഴിച്ചിട്ട് പോ. ദേവു തലയിൽ തന്നെ ചീർപ്പ് വെച്ച് അടുക്കളയിലേക്ക് വന്നു. ഒരു പ്ലേറ്റിൽ ചോറും കറിയും ഉപ്പേരിയും ഒരു ഗ്ലാസ് വെള്ളവും ടേബിളിൽ എടുത്തു വെച്ചു. ഞാൻ കടയിൽന്ന്. പിന്നെ ഇതൊക്കെ ആർക്കും ഉണ്ടാക്കി വെച്ചിരിക്കുന്നേ? നന്ദനൊന്നും പറയാതെ വന്നിരുന്ന് കഴിച്ചു. ടേസ്റ്റൊക്കെ ഉണ്ട്. ഇതാ, ഒരു പൊതി കൂടി അവന് നേരെ നീട്ടി.
എന്താ ഇത്? നന്ദൻ പ്ലേറ്റ് എടുത്ത് എഴുന്നേറ്റു. പൊതിച്ചോറ്. ദേവു അത് അവൻ്റെ കവറിലേക്ക് കയറ്റി വെച്ചു. അവൻ പുറത്തേക്കിറങ്ങി. ദേവു മുടി ചീകി കെട്ടി ചോറ് വേഗം വാരിത്തിന്നു. വേഗം ചോറാക്കി വെച്ച പാത്രം എടുത്ത് വേഗം ഇറങ്ങി ഡോറടച്ചു. ദേവു ഓടിക്കൊണ്ട് തോടിൻ്റെ അരികിലേക്ക് വരുമ്പോൾ നീതു അവിടെ മുഖം വീർപ്പിച്ച് നിൽക്കുന്നുണ്ട്. ഈ ദേവു ഒന്ന് ഇളിച്ചു കാണിച്ചു. എന്തായി, കയ്യിലെടുത്തോ? നീതു ചോദിച്ചു. ഇല്ല, എടുക്കും വൈകാതെ. ഓവോ, അത്രയ്ക്കായോ? ആയിട്ടില്ല, പക്ഷെ വീഴ്ത്താൻ എളുപ്പമാ. നന്ദൻ പേര് ചോദിച്ചു. വന്നതോർത്ത് ദേവു ചിരിച്ചു. നീതു അവളെ ആകമാനം നോക്കി. കഴുത്തിലെ താലിയും നെറ്റിയിലെ സിന്ദൂരവും എല്ലാം കൂടി ദേവുവിന് ഭംഗി കൂടിയ പോലെ. കല്യാണം കഴിഞ്ഞപ്പോൾ നിനക്ക് സൗന്ദര്യം കൂടിയ പോലെ. ഇങ്ങനെയാണെങ്കിൽ ഞാനും ഒന്ന് കിട്ടിയാലോ? നീതു നടക്കുന്നതിനിടയിൽ ഒന്ന് ചിരിച്ചു. ദേവു അപ്പോഴും നന്ദന്റെ ഓർമ്മയിലാണ്. ദീപക് നാരായണനെ കാണാൻ വില്ലേജ് ഓഫീസിൽ കാത്തുനിന്നു. ഒന്ന് തിരക്കൊഴിഞ്ഞപ്പോൾ നാരായണൻ ദീപകിനെ നോക്കി പുറത്തേക്ക് ഇറങ്ങി. എന്താ ദീപക്കെ? നാരായണൻ ചോദിച്ചു. എനിക്ക് ദൈവവിനെ മറക്കാൻ പറ്റുന്നില്ല അമ്മാവ. ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. ദീപക് തൻ്റെ കണ്ണു നിറച്ചു. നിന്റെ സ്നേഹത്തിന് ആ മൂദേവിക്ക് അർഹതയില്ല. പുകഞ്ഞ കൊള്ളി പുറത്ത് നാരായണൻ പറഞ്ഞു. അവൾ അവിടെ കഷ്ടപ്പെടുന്നത് കാണാൻ കഴിയുന്നില്ല. ഞാൻ അവളെ കൂട്ടിക്കൊണ്ടു വരട്ടെ? വേണ്ട, അവൾക്ക് വേണ്ടെങ്കിൽ പിന്നെ എന്തിനാ? മോൻ്റെ സ്നേഹത്തിനുള്ള യോഗ്യത അവൾക്കില്ല. നാരായണൻ അകത്തേക്ക് കയറി. ദീപക് മുഷ്ടി ചുരുട്ടി. താനൊക്കെ വെറുതെ വിട്ടാലും എനിക്കങ്ങനെ വിടാൻ പറ്റൂ? അന്നും ഇന്നും അവൾ അപമാനിച്ചത് എന്നെയല്ലേ? അവളെ ദ്രോഹിച്ച് അനുഭവിച്ച് അവളെ വേദനിപ്പിച്ച് വേദനിപ്പിച്ച് അവളുടെ അവസാനത്തുള്ളി കണ്ണീർ കാണുന്നവരെ എനിക്കിനി വിശ്രമമില്ല. നാരായണൻ പോകുന്നത് നോക്കി ദീപക് മുഷ്ടി ചുരുട്ടി. ഉച്ചയ്ക്ക് എല്ലാവരും ഫുഡ് എടുത്ത് കഴിക്കാൻ തുടങ്ങിയപ്പോൾ നന്ദനും തൻ്റെ കവറിലെ പൊതി എടുത്തിരുന്നു. ആശാനെ ഇത് നോക്ക്. നന്ദനും പൊതി ശ്രുതി പറഞ്ഞു. ആശാൻ രാജൻ ഒന്ന് ചിരിച്ചു. നന്ദന് എന്തോ പോലെ തോന്നി. നല്ലതാടാ. കല്യാണം കഴിഞ്ഞ് 2 ദിവസം ആകുമ്പോഴേക്കും നിനക്കുണ്ടാക്കി കയ്യിൽ തന്നേച്ചില്ലേ? ദിനേശ് വേദനയോടെ ഒന്ന് ചിരിച്ച് അടുത്തുള്ള ഹോട്ടലിലേക്ക് നടന്നു. ഇവൻ്റെ ഇനിയും ശരിയായില്ലേ? കല്യാണം കഴിഞ്ഞ് 2 വർഷമായല്ലോ, സുനി പറഞ്ഞു. അവൾ അങ്ങനെയൊന്നും മറ്റേ ചെക്കനെ മറക്കില്ല, ശ്രുതി പറഞ്ഞു. ആ, അതിൻ്റെ ഒരു വിധി. കണ്ണ് നെടുവീർപ്പിട്ടു. അങ്ങനെ നമ്മുടെ കൂട്ടത്തിൽ ഒരാളും കൂടി ലോക്കായില്ലേ? ആശാൻ രാജൻ ഉറക്കെ ചിരിച്ചു. അല്ലേടാ, കൊച്ചെങ്ങനെയാ? സ്നേഹമൊക്കെ ഉണ്ടോ? ആശാൻ ചോദിച്ചപ്പോഴാണ് നന്ദന ചോദ്യം സ്വയം ചോദിക്കുന്നത്. പിന്നെ സ്നേഹമൊക്കെ ഉണ്ട്. ഇല്ലെങ്കിൽ രാവിലെ തന്നെ ഫുഡ് ഉണ്ടാക്കി തന്നേച്ച് കോളേജിൽ പോകൂ. നേരെ കോളേജിൽ പോയാൽ മതിയായിരുന്നില്ലേ? അതുമാത്രമല്ല, നല്ല സുന്ദരി കൊച്ചാ. ശ്രുതി വായിലെ ചോറ് ചവച്ചിറക്കി. നന്ദന്റെ മനസ്സിൽ എവിടെ ഒരു തണുപ്പ് പടർന്നു. ആ, അങ്ങനെ തന്നെ എന്നും സ്നേഹം നിലനിൽക്കട്ടെ. ആശാനൊന്ന് നിശ്വസിച്ചു. അമ്പോ, അപ്പോൾ നീ ഉണ്ടാക്കി കൊടുത്ത ഫുഡാണോ ആള് കൊണ്ടുപോയേക്കുന്നേ? നീതു വൈകിട്ട് ബസ് കയറാൻ പോകുന്നതിനിടയ്ക്ക് അത്ഭുതത്തോടെ കണ്ണുകൾ വീസിപ്പിച്ചു. ദേവുവിൻ്റെ മുകളിൽ നാണം കലർന്നു. അങ്ങനെ തന്നെ സ്നേഹത്തിൽ പിടിച്ചേക്ക്. നല്ലോണം മുറുക്കി പിടിച്ചാലുണ്ടല്ലോ, നന്ദൻ നിന്റെ വഴിക്കിങ്ങ് വരും. ഓ, എനിക്ക് അങ്ങനെ ഒന്നും വരുത്തണ്ട. ആ മനസ്സിൽ ഭാര്യയോടുള്ള സ്നേഹം അത് ഉണ്ടായാൽ മതി. അയ്യേ, പോരാട്ടാ ദേവു. ദേവു നീതു പറയുന്നത് ചിരിച്ചു കേട്ട് ഇരുന്നേ ഉള്ളൂ. വൈകിട്ട് ബസ് ഇറങ്ങുമ്പോൾ ചുറ്റും നോക്കി. ചായക്കടയിൽ നിന്ന് കയ്യിൽ ചായ പിടിച്ചുകൊണ്ട് നന്ദൻ ഇങ്ങോട്ട് നോക്കുന്നത് കണ്ടപ്പോൾ ദേവു ചമ്മലോട് ചിരിച്ചു. നന്ദൻ അവളെ അടുത്തേക്ക് വരാൻ കാണിച്ചു. ഡി, അങ്ങേരെ വിളിക്കുന്നു. പോണോ? ബെസ്റ്റ്. ആള് നിന്റെ കാമുകനല്ല, നിന്റെ ഭർത്താവാ. ഇപ്പോൾ നിന്നിൽ അവകാശമുള്ള ഏക മനുഷ്യൻ. അത് കഴിഞ്ഞേ ഉള്ളൂ ബാക്കിയൊക്കെ. പോവാല്ലേ? നീ വാ. അയ്യേ, ഞാനെങ്ങുമില്ല. വാടി ഇങ്ങോട്ട്. ദേവു നീതുവിനെ പിടിച്ചു വലിച്ചു. വാ, ചായ കുടിക്കാം, നന്ദൻ പറഞ്ഞു. ഇവിടെയോ? ദേവു ചായക്കടയുടെ ഉള്ളിലേക്ക് നോക്കി. അല്ല, അപ്പുറത്തെ റേഷൻ കടയിൽ, നന്ദൻ പറഞ്ഞു. കയറിയിരിക്കി. നന്ദൻ തലകൊണ്ട് അകത്തേക്ക് കാണിച്ചു. നീതുവും ദേവും ചമ്മലോടെ കയറിയിരുന്നു. നന്ദന്റെ കൂടെ ജോലി ചെയ്യുന്ന പകുതി ആളുകളുമുണ്ട്. കുമാരേട്ട, 2 ചായ, നന്ദൻ പറഞ്ഞു. ഒന്ന് സ്പെഷ്യലാണോ നന്ദ? ശ്രുതി ചോദിച്ചു. നന്ദൻ അതിന് മറുപടി പറഞ്ഞില്ല. കുമാരേട്ടൻ വേഗം ചായ കൊണ്ടു കൊടുത്തു. കഴിക്കാൻ എന്തെങ്കിലും വേണോ? നന്ദൻ ചോദിച്ചു. വേണ്ട, ദേവ് ചുമൽ കൂപ്പി. നന്ദൻ അത് കേൾക്കാതെ ചില്ലുപെട്ടിയിൽ നിന്ന് 2 പരിപ്പോട് എടുത്ത് കൊടുത്തു. ദേവ് ചായ ഒന്ന് മുത്തി. അപ്പോൾ തന്നെ വേഗം ബെഞ്ചിൽ ചായ വെച്ചു. ചുണ്ട് പൊള്ളിപ്പോയി. പൊള്ളിയോ? നന്ദൻ ചായ ഗ്ലാസ് എടുത്ത് ആറ്റിക്കൊടുത്തു. കൂട്ടുകാരുടെ ഭാഗത്തു നിന്ന് ആക്കിയുള്ള ശബ്ദങ്ങൾ കേൾക്കാം. ദേവുവിന് നാണം തോന്നിപ്പോയി. നീതും ആക്കി മൂളുന്നുണ്ട്. ചായ കുടിച്ച് വേഗം എഴുന്നേറ്റു. മുഖം തുടച്ച് നന്ദനെ നോക്കിയപ്പോൾ അവൻ പൊയ്ക്കോ എന്ന് കണ്ണുകൾ കൊണ്ട് കാണിച്ചു. കുറച്ച് നടന്നിട്ട് ദേവു പിന്നെയും തിരിഞ്ഞു നോക്കി. നന്ദന അവളെ തന്നെ നോക്കി നിൽപ്പുണ്ട്. ഇപ്പോൾ വിടാൻ ചേച്ചി, പൊക്കോ. സുനി ഉറക്കെ ചിരിച്ചു. ദേവു വേഗം തലതിരിച്ച് നടന്നു.
നടക്കട്ടെ. നീതു തോട് കടക്കുമ്പോൾ കവിളിലൊന്ന് പിച്ചി. ദേവു ചിരിയോടെ നന്ദന്റെ വീട്ടിലേക്ക് നടന്നു. മുറ്റമടിച്ചു വാരുമ്പോഴാണ് മാലിനി നീതുവിനെ കണ്ടത്. മോളെ. മാലിനി അകത്തേക്ക് നോക്കി നീതുവിനെ വിളിച്ചു. നീതു വേഗം അടുത്തേക്ക് ചെന്നു. എന്താ ആൻറ്റി? മോള് ദേവുവിനെ കണ്ടോ? മാലിനി ചോദിച്ചു. കണ്ടു. പേടിക്കണ്ട. ചായക്കടയിൽ നിന്ന് ചായയൊക്കെ വാങ്ങിത്തന്ന നന്ദേട്ടൻ വീട്ടിലേക്ക് വിട്ടത്. ഞാനും കുടിച്ചു. നീതു ചിരിച്ചു. മാലിനി നെഞ്ചിൽ കൈവച്ച് കാവിലമ്മയോട് പ്രാർത്ഥിച്ചു. ജനലിനരികിൽ നിന്ന ദർശന്റെ ചുണ്ടിലും ചെറിയ ചിരി വിരിഞ്ഞു. എന്താ നന്ദേട്ട, പൊതുസ്ഥലത്ത് വെച്ചാണല്ലോ റൊമാൻസ്? കണ്ണൻ വീട്ടിലേക്ക് നടക്കുന്നതിനിടയ്ക്ക് ഒന്നാക്കി പറഞ്ഞു. അതല്ലടാ, അവർ പറഞ്ഞപ്പോഴാ ഞാനും ഓർക്കുന്നേ. കല്യാണം കഴിഞ്ഞ് 2 ദിവസം കൊണ്ട് അവൾ എനിക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി തന്നേച്ചില്ലേ. അപ്പോൾ അവൾക്ക് എന്നോട് മനസ്സിൽ ഒരിഷ്ടമുണ്ടാവില്ലേ? എനിക്കെന്തോ മനസ്സിനൊരു സന്തോഷം. നന്ദൻ പറഞ്ഞു. എന്ത്? അപ്പോൾ നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലല്ലേ? കണ്ണൻ ചോദിച്ചു. ആര്? ഒന്ന് പോടാ. ഞാൻ ആ കൊച്ചിനെ ശരിക്ക് കാണുന്നത് തന്നെ കല്യാണത്തിനാ, നന്ദൻ പറഞ്ഞു. കണ്ണൻ കിളിപോയ പോലെ നിന്നു. അപ്പോൾ ആ കൊച്ചിന് ആരോടും ലവില്ലേ? നന്ദൻ അവനെ തിരിഞ്ഞു നോക്കി. എന്തെടാ? അല്ല, ലവ് ഇല്ലെങ്കിൽ ആ കൊച്ച് എന്തിനാ താലി കെട്ടാൻ സമ്മതിച്ചത്? സൂക്ഷിച്ചോ നന്ദേട്ട. ജോസ് ജോളിയെ ഓർമ്മയുണ്ടോ? ഭർത്താവിന് വിഷം കൊടുത്തിട്ട് കാമുകന്റെ ഒപ്പം കഴിഞ്ഞത്. ഇനി അതുപോലെ വല്ലതും ആവോ? എന്തായാലും വേറെ വല്ല ഇഷ്ടമുണ്ടോ എന്ന് ചോദിച്ചു വച്ചേക്ക്. കണ്ണൻ അമർത്തി പറഞ്ഞതും നന്ദന്റെ ഉള്ളിൽ ചെറിയൊരു പേടി കിടന്നു. അതുകൊണ്ട് നേരെ വീട്ടിൽ പോവാതെ ഷാപ്പിൽ പോയി 2 കഴിച്ചിട്ടാണ് വീട്ടിലേക്ക് പോയത്. വീട്ടിൽ ചെല്ലുമ്പോൾ ഡോർ ലോക്കായിരുന്നു. നന്ദൻ 2 തവണ തട്ടി. ദേവു നനഞ്ഞ കൈകൾ ചുരിദാറ് തുടച്ച് ഡോർ വന്ന് തുറന്നു. നന്ദൻ അവളെ ഒന്ന് നോക്കി. ശ്രുതി പറഞ്ഞ പോലെ നല്ല സുന്ദരിയാണ്. കരിയെഴുതിയ കണ്ണുകളും നെറ്റിയിൽ ഭസ്മവും. ചിരിക്കുമ്പോൾ കട്ടപ്പല്ലുള്ള പോലെ. സിനിമാ നടി സമൃദ്ധയെ പോലെ തോന്നും. നല്ല വട്ടമുഖമാണ്. ഗോതമ്പിന്റെ കളറും നീളമുള്ള മുടിയും. ഇതെന്താ അവിടെ തന്നെ നിൽക്കുന്നേ? ദേവു ചോദിച്ചു. നന്ദൻ വേഗം അകത്തേക്ക് കയറി. പോയി കുളിക്ക്, കഴിക്കാം. കള്ളിന്റെ മണം കാരണം ദേവു മൂക്ക് ഒന്ന് തുടച്ചു. നന്ദൻ വാ പൊത്തിപ്പിടിച്ചു. ഞാൻ പുറത്തുനിന്ന് കഴിച്ചു. നന്ദൻ തോർത്തെടുത്ത് കുളിക്കാൻ കയറി. ദേവു ഒന്ന് സംശയിച്ചു നിന്നിട്ട് കഴിക്കായിരുന്നു. ദോശയും സാമ്പാറുമാണ്. അവൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നന്ദൻ വന്നത്. വിശന്നിട്ട് കണ്ണ് കാണാൻ പറ്റാത്ത അവസ്ഥ. ദോശയാണോ? നന്ദൻ ചോദിച്ചു. ഉണ്ടാക്കട്ടെ. മാവില്ലായിരുന്നല്ലോ. ഞാൻ വാങ്ങിയതാ. കഴിക്കണമെന്നുണ്ടെങ്കിലും കണ്ണൻ പറഞ്ഞത് ഓർമ്മ വരുന്നു. ദാ ചൂട് ദോശയും സാമ്പാറും ചമ്മന്തിയും പ്ലേറ്റിലേക്ക് അവന് നീട്ടി. ഒന്നും അടിച്ചെങ്കിലും നന്ദൻ വാങ്ങിക്കഴിച്ചു. ദേവു പിന്നെയും പിന്നെയും ഉണ്ടാക്കി കൊടുത്തു. 4 കഴിച്ചപ്പോൾ മതിയെന്ന് പറഞ്ഞു. ദേവു പിന്നെ ബുക്ക് പിടിച്ച് ടി വിക്ക് മുമ്പിലിരുന്നു. നന്ദൻ മുഖം കഴുകി വന്ന് ചെയറിലേക്ക് ഇരുന്നു. അവൻ ടി വി കണ്ടോട്ടെ എന്ന് കരുതി ദേവു ഉമ്മറത്തേക്ക് നടന്നു. തിണ്ണയിലിരുന്ന് വായിക്കാൻ തുടങ്ങി. നന്ദൻ ഡോറിന്റെ അടുത്ത് നിൽക്കുന്ന കണ്ടപ്പോഴാണ് ദേവു തലതിരിച്ച് നോക്കിയത്. എന്തെങ്കിലും വേണോ? ദേവു തിണ്ണയിൽ നിന്ന് എഴുന്നേറ്റു. വേണ്ട. നന്ദൻ തിരിഞ്ഞു നടന്നു. പിന്നെയും അവൻ ഇടയ്ക്ക് വന്ന് പരുങ്ങുന്നേ കണ്ടപ്പോൾ ദേവുവിന് സംശയം തോന്നി. എന്തോ ഉണ്ടല്ലോ. നന്ദേട്ടൻ വാ, ദേവു പറഞ്ഞു. നന്ദൻ അത് കേൾക്കാൻ നിന്ന പോലെ അടുത്തേക്ക് വന്നു. എന്താ? ചോദിച്ചോ. എന്ത്? എന്തോ ചോദിക്കാനുണ്ടെന്ന് മനസ്സിലായി. ചോദിക്ക്, ദേവു പറഞ്ഞു. അത് നന്ദൻ ഒന്ന് ഉമിനീരിറക്കി. വല്ലാതെ വിയർക്കുന്നു. നെഞ്ചിടിപ്പ് കൂടുന്നു. അന്ന് പോലീസ് പിടിച്ചപ്പോൾ പോലും ഇങ്ങനെ BP കൂടിയിട്ടില്ല. പറഞ്ഞു. അത് നിനക്ക് വിവാഹത്തിന് മുമ്പ് എന്തെങ്കിലും ഇഷ്ടമുണ്ടായിരുന്നോ? ആരോടെങ്കിലും? നന്ദൻ ചോദിച്ചു. എന്തേ ഇപ്പോൾ അങ്ങനെ ചോദിക്കാൻ? അത് അങ്ങനെ ഉണ്ടെന്ന് തോന്നി, നന്ദൻ പറഞ്ഞു. ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ? ദേവു ചിരിച്ചു. ഉണ്ടായിരുന്നു. അവളുടെ ചിന്തകൾ നന്ദനെ അവനറിയാതെ നോക്കുന്ന ഓർമ്മകളിലേക്ക് പോയി. ദേവുവിന്റെ കണ്ണുകളിൽ പ്രണയം നിറഞ്ഞു. ചിരിയിൽ നന്ദനെ ആവാഹിച്ചു. ഇതൊന്നും അറിയാതെ നന്ദൻ നിന്ന് ഒരുങ്ങുന്നുണ്ടായിരുന്നു. ഇഷ്ടമെന്ന് ഒന്നും പറഞ്ഞാൽ പോരാ, വല്ലാത്തൊരു ഭ്രാന്ത്. പക്ഷേ രസം എന്താണെന്ന് വെച്ചാൽ ആൾക്ക് എനിക്ക് ഇങ്ങനെ ഇഷ്ടമുള്ള കാര്യം അറിയില്ല. ദേവു ഉറക്കി ചിരിച്ചു. നന്ദൻ ചിരിക്കാൻ ശ്രമിച്ചു. ഒരു ദിവസം കൊണ്ട് മോഹിച്ച ചീട്ടുകൊട്ടാരം തകർന്നടിഞ്ഞു. ആരാ? നന്ദന്റെ ശബ്ദം പുറത്തു വരാത്ത പോലെ. സമയമാവട്ടെ പറയാം. ദേവു പിന്നെയും ചിരിച്ചു. നന്ദൻ പിന്നെ ഒന്നും ചോദിക്കാതെ തിരിഞ്ഞു നടന്നു. വേഗം മുറിയിൽ ചെന്ന് ബെഡിലേക്ക് കിടന്നു. നെഞ്ചിൽ എവിടെയോ ഒരു നീറ്റൽ. ജീവിതത്തിൽ ആദ്യമായി എന്താ ഇങ്ങനെ? കണ്ണുകൾ അടച്ച് തലയ്ക്ക് മുകളിൽ കൈമറ വെച്ച് കിടന്നു.